ഈ ഇരിക്കുന്ന സിസ്റ്റം മൊത്തം മാറ്റിയാണ് നമുക്ക് പുതിയ സെറ്റ് ഫിറ്റ് ചെയ്യേണ്ടത്. പെയിന്റിംഗ് വർക്കുകളെല്ലാം തീർത്ത് നമ്മളിങ്ങനെ ചില്ലിൽ മൈൻഡോടെ പൊക്കോണ്ടിരുന്നപ്പോഴാണ് നമുക്ക് ചേർത്തല ഒരു കംപ്ലൈന്റ് വന്നത്. ഇത് ഇരിക്കുന്ന സെറ്റ് നമ്മൾ 6 മാസം മുമ്പ് ഇൻസ്റ്റാളേഷൻ ചെയ്തതാണ്. എന്തോ ഒരു കംപ്ലൈന്റുകളുടെ ടച്ചും കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യുന്നില്ല. നമ്മളെ വിളിച്ച് കംപ്ലൈന്റ് അറിയിച്ചപ്പോൾ തന്നെ നമ്മൾ ഓഫീസിലേക്ക് അയച്ചു. അപ്പോൾ തന്നെ അവിടുന്ന് പുതിയൊരു സെറ്റ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്ത് കൊടുത്തേക്കാൻ പറഞ്ഞു. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വെച്ചാൽ നമ്മൾ നേരെ ചേർത്തല LIC ഓഫീസിലേക്ക് എത്തി. ഇവിടെയാണ് നമുക്ക് ലൊക്കേഷൻ തന്നത്. 2024 മോഡൽ എക്സ്റ്റർ ആയിരുന്നു ഇവിടെ പാർക്കിംഗ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നത്. സെറ്റിന്റെ എന്താ കംപ്ലൈന്റ് ഒന്നും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കില്ല. ഇവിടുന്ന് സെറ്റ് അടിച്ചുകൊണ്ട് പോയിട്ട് വേണം നമുക്ക് സെറ്റിന്റെ കംപ്ലൈന്റും കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കാൻ. പിന്നെ കസ്റ്റമർ വെച്ചിട്ട് ഒത്തിരി നാളൊന്നും ആവാത്തതുകൊണ്ട് തന്നെ നമുക്ക് റീപ്ലേസ്മെന്റ് 1 ഇയർ ഉള്ളതുകൊണ്ട് അത് ചെയ്തു കൊടുക്കണം. നമുക്ക് ചെന്നപാടെ വണ്ടിയുടെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ നമ്മുടെ പണിയിലേക്ക് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. ആദ്യം തന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ട സെറ്റിന്റെ കംപ്ലൈന്റ് എന്താണെന്നുള്ളത്. സെറ്റ് ഓൺ ആക്കിയപാടെ നമുക്ക് മനസ്സിലായി ടച്ചും കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ടച്ച് കാലിബ്രേഷനും കാര്യങ്ങളും ചെയ്ത് നോക്കിയിട്ട് പോലും സെറ്റിന് ഒരു അനക്കവും ഇല്ല. എന്തോ ഒരു ഡെഡ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചത്തിരിക്കുന്ന സിസ്റ്റത്തെ കിടന്ന് നമ്മൾ കൂടുതൽ പണിഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ ഒറ്റ കറക്കിന് സ്റ്റിയറിംഗ് അവിടെ 2 സ്ക്രൂ ഉണ്ട്. അത് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സെറ്റ് ഫുള്ളായിട്ട് ഇങ്ങനെ അഴിച്ചെടുക്കാം.